നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിവേചനത്തിനെതിരെ ജനാധിപത്യ പോരാട്ടം എന്ന മുദ്രാവാക്യവുമായി പട്ടികജാതി പട്ടികവർഗ സംയുക്ത സമിതി പ്രവർത്തകർ MLA ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. പെരിഞ്ഞനം ബീച്ചിൽ മത്സ്യബന്ധന വള്ളം തിരമാലയിടിച്ച് തകർന്ന മത്സ്യത്തൊഴിലാളിക്ക് പരിക്ക്. മത്സ്യസമൃദ്ധി പദ്ധതി പ്രകാരം പെരിഞ്ഞനം കൊറ്റംകുളത്തിൽ നടത്തിയ മത്സ്യകൃഷി വിളവെടുത്തു. വിശദമായ വാർത്തകളിലേക്ക്. വിവേചനത്തിനെതിരെ ജനാധിപത്യ പോരാട്ടം എന്ന മുദ്രാവാക്യവുമായി പട്ടികജാതി പട്ടികവർഗ സംയുക്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ MLA ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. നാട്ടിക MLA ഗീതാ ഗോപിയുടെ ഓഫീസിലേക്ക് നടന്ന മാർച്ച് KPMS ജില്ലാ പ്രസിഡന്റ് CA ശിവൻ ഉദ്ഘാടനം ചെയ്തു. കേരള ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും നിയമസഭാ കവാടത്തിന്റെ മുന്നിലേക്ക് മാർച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിയമസഭാ മുന്നിലേക്ക് അവരുടെ ഔദ്യോഗിക ഓഫീസിലേക്ക് ഇതുപോലൊരു ചരിത്ര സമരം ആദ്യമായിട്ടാണ് നടക്കുന്നത്. ഇങ്ങനെ MLA-മാരുടെ സംയുക്ത സമരസമിതി ചെയർമാൻ സന്തോഷ് കോലത്ത് അധ്യക്ഷനായിരുന്നു. KT ചന്ദ്രൻ, P ശശികുമാർ എന്നിവരും സംസാരിച്ചു. തൃപ്രയാർ തെക്കേ ആത്മാവിന് സമീപത്തു നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. കയ്പമംഗലം MLA അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് KPMS ജില്ലാ സെക്രട്ടറി PP മുരളി ഉദ്ഘാടനം ചെയ്തു. അസാധ്യമാണ്. പിന്നെ മറ്റൊരു നിർദ്ദേശം അദ്ദേഹം വെച്ചിരുന്നത് കേരളത്തെ കർണാടകയോടോ അല്ലെങ്കിൽ ആന്ധ്രയോടോ തമിഴ്നാടിനോടോ കേരളത്തെ ചേർത്ത് വെച്ചെങ്കിൽ മാത്രമേ കേരളത്തിൽ ഇനി ഭൂമി കണ്ടെത്താൻ കഴിയൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ പിണറായിയാണ് ഇപ്പോ പട്ടികജാതി കോളനി അസോസിയേഷൻ രൂപീകരിച്ച് കേരളത്തിൽ ഭൂമിയുണ്ട് എന്ന് തോമസ് ഐസക്കിനെ കൊണ്ട് പറയിപ്പിച്ച് കേരളത്തിലെ മുഴുവൻ ഭൂരഹിതർക്കും പട്ടികജാതിക്കാർക്കും ഭൂമി കൊടുക്കാൻ 2 ഏക്കർ വീതം ഭൂമി കൊടുക്കാനുള്ള ഭൂമി കേരളത്തിലുണ്ട് എന്ന് അതേ തോമസ് ഐസക്കിനെ കൊണ്ട് ഈ പിണറായി വിജയനാണ്. VM പുരുഷോത്തമൻ, ഉണ്ണി ഇളംതുരുത്തി, KT ഗോപി, അജിത കൃഷ്ണൻ, PS സുബ്രഹ്മണ്യൻ എന്നിവരും സംസാരിച്ചു. 2ാം ഭൂപരിഷ്കരണം നടപ്പിലാക്കുക തുടങ്ങി 21 ആവശ്യങ്ങളടങ്ങിയ നിവേദനവും MLA-മാർക്ക് ഇവർ സമർപ്പിച്ചു. പെരിഞ്ഞനത്ത് തിരമാലയിൽപ്പെട്ട് മത്സ്യബന്ധന വള്ളം തകർന്ന മത്സ്യത്തൊഴിലാളിക്ക് പരിക്കേറ്റു. പെരിഞ്ഞനം പന്തൽകടവിൽ നിന്നും 5 തൊഴിലാളികളുമായി മത്സ്യബന്ധനത്തിന് പോയ നാഗയക്ഷി എന്ന മുറിവെള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ വള്ളത്തിന്റെ ഉടമ കൊപ്പർപ്പറമ്പിൽ സന്തോഷിനെ പെരിഞ്ഞനം കുറ്റിലക്കടവ് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച പുലർച്ചെ 5:30യോടെയാണ് തിരമാലയിൽപ്പെട്ട് വള്ളം തകർന്ന് മറിഞ്ഞത്. തൊഴിലാളികൾ നീന്തി രക്ഷപ്പെടുകയായിരുന്നു. വള്ളവും വലയും തൊഴിലാളികൾ തന്നെ കരക്കെത്തിച്ചു. വള്ളത്തിന്റെ എഞ്ചിനും വലയ്ക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഏകദേശം 2 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി തൊഴിലാളികൾ പറഞ്ഞു. കടൽക്ഷോഭത്തിൽ വള്ളവും വലയും എഞ്ചിനും നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ ഉടൻ സഹായം നൽകണമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മണി കാവുങ്കൽ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. മതിലകം നാളികേര ഉൽപാദക ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ പച്ചത്തേങ്ങ സംഭരണം ആരംഭിച്ചു. കുളിമുട്ടം വാട്ടർ ടാങ്ക് പരിസരത്ത് നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. വലിയ പ്രതിസന്ധിയിലാണ് നാളികേര കർഷകർ. ഞങ്ങളിപ്പോൾ നേരത്തെ നാളികേരം വെട്ടി തൂക്കെടുക്കുന്ന ഒരു പരിപാടി കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ നാളികേര കർഷക മേഖലയിലുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി സർക്കാർ തലത്തിലും നാളികേര വികസന ബോർഡൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും പര്യാപ്തമല്ല. ഇവിടെ നാളികേര കൃഷിക്കാരുടെ ഒരു സൊസൈറ്റി രൂപീകരിച്ച് ഒരുപാട് ആശയങ്ങൾ അതിന്റെ ഭാഗമായിട്ടുണ്ട് ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മുടെ ഈ നാട് രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് ആ ഒരു മാർഗം ഈ തെങ്ങ് കൃഷിയിൽ നിന്ന് തന്നെയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ബാലകൃഷ്ണൻ അധ്യക്ഷയായിരുന്നു. KRFED ജില്ലാ മാനേജർ മാത്യു ഉമ്മൻ,
കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ MP ഗോപിദാസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ MK ബാലൻ, KK കുഞ്ഞാമൻ, പ്രസിഡന്റ് MA വിജയൻ, CK ഇബ്രാഹിംകുട്ടി എന്നിവരും സംസാരിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട 30 വനിതകൾക്ക് ശിങ്കാരിമേളം പരിശീലിപ്പിക്കുന്ന പദ്ധതി TN പ്രതാപൻ MLA ഉദ്ഘാടനം ചെയ്തു. തലപ്പുറത്തുള്ള ഘോഷയാത്രയിൽ നമ്മുടെ പഞ്ചായത്തിന്റെ മുന്നിൽ നിന്നും ഏറ്റവും ശ്രദ്ധേയമായി യൂണിഫോമൊക്കെ ധരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് PA ഷൗക്കത്തിലെ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. PM അബ്ദുൽ ജബ്ബാർ, ലിൻഡ സുഭാഷ് ചന്ദ്രൻ, MK ബാബു, ബാബു വല്ലത്ത്, രാജി കൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു. റോഡപകടങ്ങളിൽ സൗജന്യ സേവനം നൽകുന്ന ആക്സ് തൃപ്പയാർ ബ്രാഞ്ചിന്റെ പുതിയ ആംബുലൻസിന് ഫണ്ട് സ്വരൂപിക്കുന്നതിനായി സംഭാവന കൂപ്പൺ പുറത്തിറക്കി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അനുഭവ സാക്ഷികളായിട്ടുള്ള ആളുകളാണ് ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളെ കുറിച്ച് വീണ്ടും ഞാനൊരു പ്രസംഗം നടത്തണം എന്നുദ്ദേശിക്കുന്നില്ല. നമ്മുടെ മണപ്പുറത്തിന്റെ തീരദേശ പ്രദേശത്ത് ആക്സിന്റെ സേവനം ഇല്ലാത്ത ഒരു ദിവസത്തെ കുറിച്ച് ആലോചിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ആക്സിന്റെ പ്രവർത്തനം വളരെ വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയം. സ്വാഭാവികമായി നേരത്തെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ ഗവൺമെന്റിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഗവൺമെന്റ് ഏജൻസികളിൽ നിന്നോ യാതൊരു സഹായവും ഇല്ലാതെ തന്നെ നമ്മുടെ പ്രദേശത്തെ പ്രത്യേകിച്ച് വ്യാപാരി സമൂഹത്തിന്റെയും അതുപോലെ മറ്റു സുമനസ്സുകളുടെയും പരിപൂർണമായ പിന്തുണ കൊണ്ടെന്ന് മാത്രം പ്രവർത്തനം തുടരുകയും തൃശൂർ ജില്ലയിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച രീതിയിൽ സേവന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ സംഘടന നിലനിൽക്കേണ്ടതും അത് അനുസൃതമായി വളരേണ്ടതും ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും ആവശ്യമാണ് എന്നുള്ളതുകൊണ്ട് അതിനെ നിലനിർത്തുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ജാതി മത രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. ആക്സിന്റെ തൃപ്പയാർ ബ്രാഞ്ച് പ്രസിഡന്റ് TK ഷൺമുഖൻ അധ്യക്ഷനായിരുന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ, താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR സുശീല, PS ജയരാജൻ തമ്പി, അനിത ജ്യോതി, സന്തോഷ് കോലത്ത്, അഡ്വക്കേറ്റ് TR രകേഷ് ശർമ്മ എന്നിവരും പങ്കെടുത്തു. മതിലകം BRCയിലെ പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്കായി മുഖാമുഖം ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. BRCയിലെ 30 വിദ്യാലയങ്ങളിൽ നിന്നായി 5, 6, 7, 8 ക്ലാസുകളിലെ 120 കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ പ്രഗത്ഭരായ ആളുകളാണ് 3 ക്ലാസ്സുകളായി നിങ്ങൾക്ക് എടുക്കുന്നത്. വാചാരനെ കുറിച്ച് പറഞ്ഞു. വാചാരൻ ഒരു സകലകലാവല്ലഭനാണ്. നാടകം മാത്രമല്ല, അദ്ദേഹം ചെയ്യുന്നത് വിശ്വപ്രകാശ് എന്ന ക്ലബിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് 100 കണക്കിന് വിദ്യാർത്ഥികൾക്കാണ് സൗജന്യമായി ട്യൂഷൻ എടുത്തു കൊടുക്കുന്നത്. കഴിഞ്ഞ വർഷം ഫിഷറി സ്കൂളിൽ ഫസ്റ്റ് നേടിയ കുട്ടികളൊക്കെ തന്നെ ബാലസാറിന്റെ കീഴിൽ ട്യൂഷൻ പഠിച്ച കുട്ടികളുണ്ട്. അപ്പോ പഠന വിഷയങ്ങൾക്കൊപ്പം തന്നെ ഈ നാടകം പോലുള്ള വിഷയങ്ങളിലും ബാലസാറിന് നല്ല കഴിവുണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ രാജ്യം കൊണ്ടപ്പോഴതിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മതിലകം BPO TS സജീവൻ അധ്യക്ഷനായിരുന്നു. BRC ട്രെയിനർമാരായ UK സരള, KS ജിനരാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സത്യഭാമ ദിനേശൻ എന്നിവരും സംസാരിച്ചു. ബാലസാഹിത്യകാരൻ രാജൻ കോട്ടപ്പുറം, നാടക പ്രവർത്തകൻ വാസു, കലാമണ്ഡലം മണലൂർ ഗോപിനാഥൻ എന്നിവരും ക്ലാസ് എടുത്തു. ചന്ദ്രാപിന്നി വേദോട്ടിൽ ശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിൽ സംഘടിപ്പിക്കുന്ന 5ാമത് ജ്ഞാനദായക യജ്ഞവും വിദ്യാഗോപാല മന്ത്രാർച്ചനയുടെയും നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. ചെയർമാനായി PR താരാനാഥനെയും വൈസ് ചെയർമാനായി ഹരിദാസ് വേദോട്ടിൽ, ജനറൽ കൺവീനറായി ഗുഹരാജ് കൊച്ചിക്കാട്ട്,
ട്രഷററായി അഡ്വക്കേറ്റ് NR സന്തോഷിനെയും തിരഞ്ഞെടുത്തു. ഈ മാസം 24-നാണ് യജ്ഞവും വിദ്യാഗോപാല മന്ത്രാർച്ചനയും നടക്കുക. ഇടവേള.